കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഭൂമിയിലായിരിക്കുന്ന നാം ഏതിനാണ് പരക്കം പാഞ്ഞ് ഓടുന്നതെന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ആ ജീവിത സാഹചര്യങ്ങൾ എവിടെയും തന്നെ അടുത്തവരെക്കാളും തൻ്റെ കുടുംബത്തെ ശ്രേഷ്ഠമാക്കണം എന്ന് കരുതി എവിടെ നിന്നില്ലാതെ ലോകകാര്യങ്ങളിൽ ഇന്ന് മനുഷ്യൻ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന്. എൻ്റെ പ്രിയ മക്കളെ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ആവശ്യമുള്ളത് എന്തും കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതിലൂടെ കിട്ടും. നാം കർത്താവിൻ്റെ രാജ്യവും നീതിയും എവിടെ പോയി അന്വേഷിക്കും, ഏത് രാജ്യത്തിൽ പോയാൽ കിട്ടും എന്നൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നാം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ നാം ബൈബിൾ വായിച്ചാൽ മതി. നാം ശരിക്കും ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിനെക്കുറിച്ചും അതിൻ്റെ മർമ്മങ്ങളെക്കുറിച്ചും കർത്താവ് കൃപയാൽ നമുക്ക് മനസ്സിലാക്കി തരും. പക്ഷെ കർത്താവ് പറയാണ്, അങ്ങനെയുള്ള ഒരു ദൈവ പൈതലിന്, അങ്ങനെ ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു പൈതലിന് അവൻ താൻ ചെയ്യുന്ന, തനിക്ക് ദൈവം തരുന്ന കാര്യങ്ങളിൽ സംതൃപ്തനായിരുന്ന് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിർബന്ധമായിട്ടും ആ നാളെയെക്കുറിച്ച് ഒരു ആകുലപ്പെടേണ്ട ആവശ്യമില്ല. എന്തുണ്ണും എന്തുടുക്കും എന്ന് ജാതികളെപ്പോലെ നാം ആവേശപ്പെടുന്നതില്ല. അന്നേക്കുള്ളതിനെ കർത്താവ് കരുതിക്കൊള്ളാം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം ദൈവത്തിൽ ആശ്രയിച്ചിരിപ്പാനും ദൈവത്തിൻ്റെ രാജ്യത്തെയും നീതിയെ അന്വേഷിപ്പാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഈ ലോകം എങ്ങോട്ടൊന്നല്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പാൻ ഇന്ന് മനുഷ്യന് സമയമില്ലല്ലോ കർത്താവെ. അതല്ല, ഞാൻ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ഈ ലോകം വിട്ടു പോയാൽ കർത്താവിൻ്റെ രാജ്യത്തിൽ ചെന്നെത്തുകയും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവെ നാളെയെക്കുറിച്ചുള്ള ഭാരമില്ലാതെ ജീവിപ്പാനും ദൈവം കൃപ നൽകുമെന്ന ഒരു വിശ്വാസത്തോടു കൂടെ ജീവിപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വരവ് വരെ ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.